കുവൈറ്റിലെ ഏകീകൃത സർക്കാർ സേവന ആപ്ലിക്കേഷനായ സഹേൽ താൽക്കാലിക തകരാറുകൾ പരിഹരിച്ച് വീണ്ടും തിരികെ എത്തി. പണിമുടക്കി മണിക്കൂറുകൾക്കകം തന്നെ ഇതിന്റെ സേവനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ആപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും സാധാരണ പോലെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ നിലവിൽ സാധിക്കുമെന്നും പ്രസ്താവനയിൽ അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ വിവിധ സർക്കാർ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോമായ സഹേൽ ആപ്പ് ഇപ്പോൾ ഓൺലൈൻ തിരിച്ചെത്തി ഉപയോഗത്തിന് സജ്ജമാണ്. താൽക്കാലിക തകരാർ ഉണ്ടായതിനാൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇതിനായി സഹേൽ ആപ്പിലേക്ക് പ്രവേശനം വീണ്ടെടുക്കാനും അതിന്റെ മുഴുവൻ സേവനങ്ങളും ആസ്വദിക്കാനും ഉപയോക്താക്കൾ ഈ ഘട്ടങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആദ്യമായി നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ മറ്റേതെങ്കിലും സ്മാർട്ട് ഉപകരണത്തിലോ ആപ്പ് തുറക്കുക. തുടർന്ന് ആപ്പിൽ നിങ്ങളുടെ സിവിൽ ID നമ്പർ നൽകുക. കൺഫർമേഷനും ഒരു അഭ്യർത്ഥന മൈ ഐഡന്റിറ്റി ആപ്പിലേക്ക് ഇതിൽ നിന്നും അയക്കും. മൈ ഐഡന്റിറ്റി ആപ്പ് തുറന്ന് സ്ഥിരീകരണ അഭ്യർത്ഥന അംഗീകരിക്കുക. അതിനുശേഷം വീണ്ടും സഹേൽ ആപ്പിലേക്ക് മടങ്ങുക. അവിടെ നിങ്ങൾക്ക് പതിവ് പോലെ സേവനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങാം. അതിനിടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സഹേൽ ആപ്പിലെ താൽക്കാലിക റെസിഡൻസി നൽകുന്ന സംവിധാനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ആർട്ടിക്കിൾ 20 വിസക്കാർ അഥവാ ഗാർഹിക തൊഴിലാളികൾ, ആർട്ടിക്കിൾ 22 വിസക്കാർ അഥവാ കുടുംബ വിസകളിലുള്ളവർ എന്നിവർക്കാണ് ആപ്പ് വഴി താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകൾ നേടുന്നതിനുള്ള സംവിധാനം ക്രമീകരിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡയറക്ടർ ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു. ഈ സേവനത്തിലൂടെ സ്പോൺസർമാർക്ക് ഇലക്ട്രോണിക് റെസിഡൻസി സ്റ്റിക്കർ അടങ്ങിയ അറിയിപ്പ് ലഭിക്കും. നേരത്തെ വിസ അടിക്കുന്നതിന് റെസിഡൻസി അഫയേഴ്സ് ഓഫീസുകളിൽ പോവേണ്ടിയിരുന്നു. പുതിയ സംവിധാനത്തോടെ ഓഫീസിൽ പോവാതെ തന്നെ ആപ്പ് വഴി ഇത് ലഭ്യമാക്കാനാവും. നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത ഇലക്ട്രോണിക് ആപ്ലിക്കേഷനായ സഹേൽ ആപ്പിന് സാങ്കേതിക തകരാർ സംഭവിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നത്. സഹേൽ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ചില ഉപയോക്താക്കൾ ആപ്പ് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടുവെങ്കിലും ഇവർക്ക് താൽക്കാലികമായി മൈ ഐഡന്റിറ്റി ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ സിവിൽ ID ഡേറ്റകൾ നൽകിയതിനു ശേഷം സഹേൽ ആപ്പ് വീണ്ടും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം നോ റെസ്ട്രിക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന പുതിയ സേവനം സഹേൽ ആപ്പിൽ അവതരിപ്പിക്കുന്നതായി നീതിന്യായ, എൻഡോമെന്റ്, ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ വാസ്മി അറിയിച്ചു. ബാധകമായ ഫീസ് അടച്ചതിനു ശേഷം ഇഷ്യൂ ചെയ്യുന്ന തീയതി വരെ എൻഫോഴ്സ്മെന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ സാമ്പത്തിക നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് നേടാൻ ഈ സേവനത്തിലൂടെ സാധിക്കും. സഹേൽ ആപ്പിലൂടെ നീതിന്യായ മന്ത്രാലയം അതിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹേൽ ആപ്ലിക്കേഷനിലൂടെ പുതിയ സേവനങ്ങൾ ആരംഭിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ അൽ വാസ്മി ഉന്നി പറഞ്ഞു.